ഇന്ന് കുറച്ച് വിഷമമുള്ള ഒരു ദിവസമാട്ടോ. വേറെ ഞാൻ പോയി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതാണ് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വ്ലോഗായിട്ട് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് വിഷമമുള്ള ഒരു ദിവസമാട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് വേണ്ടത്തെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവാണ്. എന്താ പറയാ, വിഷമം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ, എല്ലാരെയും മിസ് ചെയ്യും. എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2.5 ആഴ്ച ഏകദേശം ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പം കുറെ ദിവസം വന്ന് നിന്നിട്ട് പോകുന്നതിന്റെ ഒരു വിഷമമാണ് കേട്ടോ. അത് എപ്പോഴും ഉള്ളതാ. ഒരു 2-3 ദിവസമൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ വലിയ വിഷമം ഉണ്ടാവില്ല. പക്ഷെ കുറെ ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെന്താ പറയാ, ഞാൻ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. വാമിക്കുട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇനി ചേട്ടൻ വരണം. ചേട്ടൻ വന്നിട്ട് നമ്മൾ ഇറങ്ങും. അതിന് മുമ്പ് എനിക്ക് എല്ലാവരും ടാറ്റയൊക്കെ പറയണം. ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളിതാ ഇറങ്ങുകയാണ്. അപ്പൊ നമുക്ക് പോയി എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വരാം. ഹേയ് ഫ്രണ്ട്സ്, ഇവിടെ ഞാനും അമ്മയും കൂടെ ഒരു കറ്റാർവാഴയുടെ നമ്മുടെ അലവരയില്ലേ, അതിന്റെ ഒരു തണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വേറെ ഒന്നും അല്ലെന്ന് വെച്ചാല്, എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, എന്റെ മുഖത്ത് നന്നായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. നല്ല പോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറയുന്നുണ്ട്, എന്നാലും കുറച്ചിപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പോയി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതാണ് കേട്ടോ. പക്ഷെ അവർ തന്ന മെഡിസിൻ എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 ആഴ്ച വരെ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുറവുണ്ടായിരുന്നില്ല. ആ ഒരു പിമ്പിൾസ് പോകുന്നൊന്നും. പിമ്പിൾസ് ആയാലും ശരി, ആ മാർക്സ് ആയാലും ശരി, വലിയ മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഈ കറ്റാർവാഴ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതിന്റെ ആ ജെല്ല് ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 5-6 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പിമ്പിൾസ് കുറയുന്ന എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തന്നെ ആ ഒരു പിമ്പിൾസ് വന്ന മാർക്കൊക്കെ ആയാലും ശരി, ചെറുതായിട്ടൊന്ന് കുറയുന്ന എനിക്കൊരു ഫീൽ വന്നു. അങ്ങനെ ഞാനിതൊന്ന് കട്ട് ചെയ്തൊരു ചെറിയ പീസ് വീട്ടിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു 2 ആഴ്ചയോളൊക്കെ ഉപയോഗിക്കാൻ ഇത് മതിയാവും. അങ്ങനെ അത് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാനും അമ്മയും കൂടെ. പിന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എന്റെ ഇവിടുത്തെ ഗാർഡൻ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഈ സൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിറച്ച് മുളയായിരുന്നു കേട്ടോ, ഫുള്ള് മുളയായിരുന്നു. അതൊക്കെ ഇപ്പം ഇളക്കി ഇളക്കി മാറ്റി ഇവിടെ ചെറിയൊരു പച്ചക്കറി തോട്ടം പോലെ സെറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അമ്മയച്ഛനും കൂടെ. ഇത് മുളകാന്ന് തോന്നുന്നു. ഇതൊക്കെ മുളകാ. ഇത് മുളക്. ഇതിന്റെ ഇടയ്ക്കൊക്കെ തക്കാളിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. തക്കാളി ഉണ്ട്. ഈ തുളസി ഉണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് തുളസി കളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വെച്ചതല്ല കേട്ടോ, തനിയെ കിളിച്ചു വരുന്നതാണ്. ശരിക്കും ഇത്രയും നല്ലായിരുന്നു. ശരിക്കും നല്ലപോലെ തുളസി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് പിന്നെ പോകുന്നതോറും കിളിച്ച് വന്നുകൊണ്ടേ ഇരിക്കും. ഇവിടൊക്കെ നിറച്ച് തുളസി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതാണ് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പച്ചക്കറി തോട്ടമാണ് ഇതൊക്കെ. ശരിക്കും എന്താ സാധനം ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഇവിടെ നിറച്ചുണ്ട് കേട്ടോ. അതൊക്കെ കാന്താരി മുളകും അതും ഇതൊക്കെയാണ്. ഇതൊക്കെ മുളക്. ഇതിന്റെ ഇടയ്ക്ക് ചെമ്പരത്തി ഇപ്പൊ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ ഇടയ്ക്കൊരു മുളക് വെക്കുന്നുണ്ടോ. ഞങ്ങളുടെ സാധാ മുളകാണ്ടോ, കിളിച്ച് നിൽപ്പുണ്ട്. അവിടെ അപ്പുറത്ത് തന്നെ വിളിക്കുന്നുണ്ട്. ഇറങ്ങാൻ ടൈമായി. ഞാൻ അതിനിടയ്ക്കാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല പിന്നെ ഇതെടുക്കാനായിട്ട് ഞാൻ വേറൊരു വ്ളോഗ് എടുക്കേണ്ടി വരും. വെറുതെ എന്തിനും ആവശ്യമില്ലാതൊരു വ്ളോഗല്ലേ. ഇരിക്കുന്നു എന്റെ പഴയ സ്കൂട്ടി. രാവിലെ ഇറങ്ങുന്നതിന്റെ തിരക്കിനിടയ്ക്കുള്ള വ്ളോഗാണ് കേട്ടോ. വാമിക്കുട്ടി അതിനിടയ്ക്ക് അകത്ത് നല്ല അലമ്പാക്കുന്നുണ്ട്. ആളെ റെഡിയാക്കി നിർത്തിയേക്കാണ്, പക്ഷെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ് ആള്. വാമി എന്തേ? എവിടെ പോന്നു മാമി? എവിടെ പോന്ന്? എവിടെ പോന്നു പറ. എവിടെ പോന്ന്? തിന്തത്തപ്പന്റെ വീട്ടിൽ പോവാം. ഞങ്ങള് തിന്തത്തപ്പന്റെ വീട്ടിൽ പോവാണേ. തിരുവനന്തപുരത്തപ്പന്റെ വീട്ടിൽ പോവാണെന്നാ പറയുന്നത്. വാ, നേരെ കയറി വാ, കുരുത്തക്കേട് കാണിക്കാതെ. അതിനിടയ്ക്ക് ഞാൻ മുകളിലോട്ടൊന്ന് പോയി ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വരട്ടെ. പോവാ, ടാറ്റാ, ബൈ ബൈ. കുഞ്ഞാവേ ടാറ്റ. നാച്ചൂട്ടോ, നാച്ചൂട്ടോ, ടാറ്റ നാച്ചൂട്ടോ. പിന്നെ വരാട്ടാ, ടാറ്റ. അയ്യോ കരയണ്ട. ശരി, ടാറ്റ. വാ വാ മാമി വാ. ആന്റി അമ്മമ്മക്ക് ടാറ്റ ഇല്ല.
ഈ അമ്മൂമ്മയുടെ പേരാണ് മോൾ. ഈ അമ്മൂമ്മയെ കുറിച്ച് കുറച്ചെനിക്ക് പറയാനുണ്ട്, ഞാൻ എന്റെ ബ്ലോഗിൽ പറയുന്നതായിരിക്കും. എന്നെ പരസ്യമായിട്ട് ഉറക്കം തൂങ്ങി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അമ്മൂമ്മയാണിത്. പക്ഷെ എന്റെ ഇറങ്ങാണേ ടാറ്റ. ടാറ്റ. അച്ചക്കുട്ട ടാറ്റ. സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാണ് ഗേസ്. നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളത് ഇറങ്ങാണ്. എല്ലാരെയും ഒറ്റ ഫ്രെയിമിൽ കിട്ടി കേട്ടോ. അച്ഛൻ മാത്രം വാഷ്റൂമിലായി പോയോണ്ട് അച്ഛൻ്റെ ഒക്കെ പറയാൻ പറ്റില്ല. അച്ഛൻ്റെ ഒക്കെ ഞങ്ങൾ നേരത്തെ യാത്രയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ്. എന്തോ ഒരു വലിയ ഭാരം എടുത്ത് മനസ്സിൽ വെച്ച പോലെ തോന്നുന്നു ഗേസ്. എനിക്ക് നല്ല സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട്. ലക്ഷണം കണ്ടെത്തുന്നത് തന്നെ ഇപ്പഴാ കല്യാണം കഴിച്ചു വിട്ടേന്ന് അല്ലേ ഗേസ്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ആറ്റിങ്ങിലുള്ള പ്ലേ സ്റ്റോറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. വാമിമോക്കുള്ള സൈക്കിൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ 1 മന്ത് സർവീസിനുള്ള സമയമായി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ആ സർവീസിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തിനോട് ഇവിടെ വരെ വരേണ്ടി വരും. ഫസ്റ്റ് സർവീസ് ആയതുകൊണ്ട് തന്നെ വലിയ സമയം എടുക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചത്. അതാകുമ്പം ഈ ഒരു പോക്കിൽ അതും അങ്ങ് നടക്കും. വലിയ കുട്ടികളുടെ സൈക്കിൾ ഉണ്ടോ മാമി? വലിയ പിള്ളേരുടെ സൈക്കിൾ ഉണ്ടോ? മാമിയുടെ ബെല്ല് ശരിയാക്കി. അങ്ങനെ നമ്മുടെ സൈക്കിളിന്റെ സർവീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ് കേട്ടോ. ഇനി സർവീസ് ഉണ്ടോ? അല്ലല്ല, ഇനി സർവീസ് ഉണ്ടോ? അങ്ങനെ നമ്മളിതാ വീണ്ടും ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 1 hour ഒക്കെ മതിയാവും നമുക്ക് ട്രിവാൻഡ്രത്തെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വലിയ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ അതിനകത്ത് നമ്മൾ വീടെത്തും. ഫൈനലി നമ്മളിതാ വീടെത്തി കേട്ടോ. വാമിക്കുട്ടി ഇതാ ഇവിടെ നിന്ന് കരിക്കും വെള്ളം കുടിക്കുകയാണ്. വഴിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആളപ്പം നല്ല ഉറക്കമായിരുന്നു. ഇതാ വാമിയുടെ സൈക്കിൾ ഇറക്കിയിട്ടുണ്ട്. മാമനും മോളും കൂടെ സൈക്കിളും കൊണ്ട് അങ്ങോട്ട് കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു ഗേറ്റാണ് ഗെയ്സ് അവിടെ. വേണ്ടാത്ത പോലെ ഭയങ്കര പാടാണ്, വീഴും. വല്ല കാര്യമുണ്ടോ നോക്കി. നല്ലൊരു കയറ്റാണ് അവിടെ. എനിക്ക് മര്യാദയ്ക്ക് നടന്ന് കയറാൻ പറ്റില്ല അതിലെ കൂടെ. വാമി ഞാൻ ഈ സൈക്കിളും കൊണ്ട് ഈ ഗേറ്റിന്റെ അപ്പുറം വിട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ നാളെ തൊട്ട് അതും വേണമെന്ന് പറയും ആള്. കുട്ടി സൈക്കിളൊക്കെ ചവിട്ടി വന്നതിന്റെ ക്ഷീണം തീർക്കുകയാണ് ഇവിടെ ഇരുന്ന്. കിട്ടണെന്താ അങ്ങനെ വന്ന പാട് തന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ആക്കിനി നേരെ മോമോന്റെ ട്രിവാൻഡ്രത്തെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് മോമോന്റെ അച്ഛനെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം തിരിച്ച് ചാത്തന്നൂര് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇറങ്ങട്ടേന്ന്. കാരണം ഈവനിങ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ അറിയാലോ, ഈ റൂട്ട് നല്ല തിരക്കാണ്, ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിട്ട്. അപ്പൊ പിന്നെ ഇപ്പൊ ഇറങ്ങുന്നതായിരിക്കും കറക്റ്റ്. അങ്ങനെ കിട്ടണം ഇറങ്ങാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക്. ഇനിയിപ്പം ഓണം വരെ വെയിറ്റ് ചെയ്യണം ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ. അതുവരെ എല്ലാവരെയും മിസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകാറില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യത്തിന് കിട്ടണം ട്രിവാൻഡ്രത്ത് വരുമ്പം ആ കൊച്ചിന്റെ കൂടെ പോകും, അല്ലെങ്കിൽ ഇവിടുന്ന് അച്ഛൻ കൊണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് പതിവ്. ഇതുവരെ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല.
പിന്നെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ചാത്തന്നൂർ വരികയാണെങ്കിൽ തന്നെ ചാത്തന്നൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും ഒക്കെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ കാർ എടുക്കുമ്പോൾ എന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്ത് തന്നെ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ധൈര്യമുണ്ട്. അങ്ങനെ ആളില്ലാതെ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ട്. അതൊന്ന് ഓക്കെ ആക്കി എടുത്താൽ പിന്നെ എനിക്ക് എപ്പോഴാന്ന് വെച്ചാൽ വാമോളെയും കൊണ്ട് വീട്ടിൽ പോവാം. അതൊന്ന് ശരിയാക്കി എടുക്കണം. ഇനിയിപ്പോ എന്തായാലും ഓണത്തിന് പോകാം, അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കിട്ടണെന്നാ ടാറ്റയൊക്കെ പറഞ്ഞ് വണ്ടി വിട്ട് പോയിട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ വ്ളോഗും വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി കുറെ പരിപാടികളുണ്ട്. മാമിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കണം. പിന്നെ വീട്ടിൽ കുറെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ മാമിക്കുട്ടിക്ക് നാളെ തൊട്ട് സ്കൂളിലും പോയി തുടങ്ങണം. ഇനിയും കൂടുതൽ നല്ല വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ബൈ ബൈ.